ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. PSC എക്സാമിന് 20 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഡെയിലി കറണ്ട് അഫേഴ്സ് പഠിക്കുക. അപ്പോൾ നാസയും ISROയും സംയുക്തമായി വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? നാസയും ISROയും സംയുക്തമായി വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉപഗ്രഹമാണ് നൈസാർ. അപ്പോൾ നൈസാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. നാസയും ISROയും സംയുക്തമായി ചേർന്നാണ് ഇത് വിക്ഷേപിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കാവൽ പദ്ധതിയിൽ എത്ര വയസ്സുവരെയുള്ളവരാണ് ഉൾപ്പെടുന്നത്? വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കാവൽ പദ്ധതിയിൽ എത്ര വയസ്സുവരെയുള്ളവരാണ് ഉൾപ്പെടുന്നത്? 21 വയസ്സുവരെയുള്ളവരാണ് കാവൽ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കാവൽ എന്ന് പറയുന്നത്. കാവൽ പദ്ധതിയിൽ എത്ര വയസ്സുവരെയുള്ളവരാണ് ഉൾപ്പെടുന്നത്? 21 വയസ്സുവരെയുള്ളവരാണ് ഉൾപ്പെടുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പദ്ധതികൾ നോക്കി വെച്ചേക്കുക. PSC എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് പദ്ധതി. സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് 2025 സെപ്റ്റംബറിൽ സംഘർഷമുണ്ടായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് 2025 സെപ്റ്റംബറിൽ സംഘർഷമുണ്ടായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ലഡാക്കിലാണ് സംഘർഷമുണ്ടായത്. ലഡാക്ക് സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ലഡാക്ക് സമര നേതാവ് ആരാണ്? സോനം വാങ്ചുക്കാണ് ലഡാക്ക് സമര നേതാവ്. സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സോനം വാങ്ചുക്കാണ്. ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളുടെ ഏറ്റവും വലിയ അത്ലറ്റിക് മേളയായ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് 2025 സെപ്റ്റംബറിൽ വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോൾ ന്യൂഡൽഹി എന്തിനാണ് വേദിയായത്? ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളുടെ ഏറ്റവും വലിയ അത്ലറ്റിക് മേളയായ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദിയായ നഗരമാണ് നമ്മുടെ ന്യൂഡൽഹി. അക്ഷരകേളിയുടെ NK ദേശം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വി മധുസൂദനൻ നായരാണ്. 2025 13ാമത് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതാണ്? 2025 13ാമത് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ഇന്ത്യയും ഒന്ന് ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയുമാണ്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ് 2025 13ാമത് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്താണ്. കൊല്ലം ജില്ലയിലുള്ള പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമം പഞ്ചായത്താണ് ഏറ്റവും ചെറിയ പഞ്ചായത്ത്. വിസ്തീർണം 8 ഏക്കർ, വാർഡുകൾ 10, വോട്ടർമാർ എത്രയാണ്? 1400 60 വർഷത്തെ സേവനത്തിനു ശേഷം 2025 സെപ്റ്റംബർ 26 വിരമിച്ച വ്യോമസേനയുടെ യുദ്ധവിമാനം ഏതാണ്? MiG-21. പുനർവിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ ഉറപ്പാക്കാനുള്ള പദ്ധതി ഏതാണ്? സുരക്ഷാമിത്ര. മേക്കിംഗ് ഇന്ത്യക്ക് ഒരു പതിറ്റാണ്ട് എന്നാണ് തികഞ്ഞത്? 2025 സെപ്റ്റംബർ 25 മേക്കിംഗ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2014 സെപ്റ്റംബർ 25 തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരത്തിന് അർഹനായതും KJ യേശുദാസാണ്. KJ യേശുദാസിനാണ് തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ MS സുബ്ബലക്ഷ്മി പുരസ്കാരം കൊടുക്കുന്നത് ആരാണ്? തമിഴ്നാട് സർക്കാരാണ് നൽകുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് ആരാണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് ആരാണ്? SL ഭൈരപ്പ. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ നടി ആരാണ്? ക്ലോഡിയ കാർഡിനൽ. അപ്പോൾ ക്ലോഡിയ കാർഡിനൽ അന്തരിച്ചു. വിഖ്യാത ഇറ്റാലിയൻ നടിയാണ്. വിയോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലോഡിയ കാർഡിനൽ ഇറ്റാലിയൻ നടിയാണ്, അന്തരിച്ചു. 2025 സെപ്റ്റംബറിൽ പ്രകാശനം ചെയ്ത കഥാകാരി ചന്ദ്രമതിയുടെ നോവൽ ഏതാണ്? ഒഴുകാതെ ഒരു പുഴ. ചന്ദ്രമതിയുടെ നോവലാണ് ഒഴുകാതെ ഒരു പുഴ.
71ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ ഒന്നാമതെത്തിയത് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയ്യപുരം ചുണ്ടനാണ് ജേതാവായത്. രണ്ടാം സ്ഥാനത്ത് വന്നത് പുന്നമട ബോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്ത് വന്നത്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? കാത്തു, കളിവള്ളം തുഴഞ്ഞു പോകുന്ന കാക്കത്തമ്പുരാട്ടിയാണ്. കാത്തു എന്ന കളിവള്ളം തുഴഞ്ഞു പോകുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഭാഗ്യചിഹ്നം. 79ാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാവാരാണ്? വിയ്യപുരം ചുണ്ടൻ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങാൻ നിർബന്ധിതരായ ബംഗാൾ സ്വദേശികളായ തൊഴിലാളികൾക്കായി പ്രഖ്യാപിച്ച പദ്ധതി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങാൻ നിർബന്ധിതരായ ബംഗാൾ സ്വദേശികളായ തൊഴിലാളികൾക്കായി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ശ്രമശ്രീ. പദ്ധതിയുടെ പേരേതാണ്? ശ്രമശ്രീയാണ് പദ്ധതി. ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബിൽ ലോക്സഭ പാസാക്കിയത് എന്നാണ്? 2025 ഓഗസ്റ്റ് 20-നാണ് ബില്ല് ലോക്സഭ പാസാക്കിയത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത് ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് പഞ്ചായത്ത്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? വിത്തൗട്ട് പദ്ധതി. ഏത് പദ്ധതിയാണ്? വിത്തൗട്ട് പദ്ധതി. ഡിജിറ്റലായി പണം അടയ്ക്കാനുള്ള സൗകര്യത്തോടെയുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ്. ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ് ഏതാണ്? ഹരിതമിത്രം 2.0. ഹരിതമിത്രം 2.0. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. വിഴിഞ്ഞമാണ് രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സുപ്രധാന സൈനിക സിവിലിയൻ ഇൻസ്റ്റാളേഷനുകൾ സംരക്ഷിക്കുന്നതിനും ശത്രുഭീഷണി ഉണ്ടായാൽ നിർണായക പ്രതികരണം നൽകുന്നതിനുമായി തദ്ദേശീയമായി നിർമ്മിച്ച ഒരു പ്രതിരോധ കവചം വികസിപ്പിക്കുന്നതിനുള്ള 10 വർഷത്തെ പദ്ധതി ഏതാണ്? സുദർശന ചക്ര. കർണാടകയിലുടനീളം സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ശക്തി പദ്ധതി. അപ്പോൾ ശക്തി പദ്ധതി കർണാടകയിലാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ്. 79ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ്? ദാക്ഷായണി വേലായുധൻ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷറാണ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിന് വേദിയാകുന്ന ജമ്മു കാശ്മീരിലെ ശ്രീനഗറാണ്. കേന്ദ്ര യുവജന സ്പോർട്സ് വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ് കേന്ദ്ര യുവജന സ്പോർട്സ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇന്റർനെറ്റായ കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന് പറയുന്ന കടുവയാണ് കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം. സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസിൻ്റെ സംസ്ഥാനതല മിന്നൽ പരിശോധന. സബ് രജിസ്ട്രാർ ഓഫീസിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസിൻ്റെ സംസ്ഥാനതല മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർലാൻഡ് ആണ് പരിശോധനയുടെ പേര്. ഓപ്പറേഷൻ സെക്യൂർലാൻഡ്. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയിലെത്തിയ വ്യക്തി ആരാണ്? അമിത്ഷായാണ് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ വ്യക്തി. സംസ്ഥാനത്തെ ആദ്യ കാർബൺ സന്തുലിത പദവി ലഭിച്ച വീട് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ കാർബൺ സന്തുലിത പദവി ലഭിച്ച വീട് കോഴിക്കോട് വേങ്ങരയിലെ മേട എന്ന് പറയുന്ന വീടാണ്. കോഴിക്കോട് വേങ്ങരയിലുള്ള മേട എന്ന് പറയുന്ന വീടാണ് എന്ത് ലഭിച്ചത്? സംസ്ഥാനത്തെ ആദ്യ കാർബൺ സന്തുലിത പദവി ലഭിച്ച വീട്. താങ്ക്